ഫ്രണ്ട്സ്, ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചായിട്ടുള്ള മുഴപ്പിലങ്ങാട് ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകളെ തേടിയിട്ട് തന്നെ അവിടെ വലിയൊരു വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ നോക്കുകയാണ്. ഉണ്ണി, നമുക്ക് പോയിട്ട് തകർക്കാല്ലേ? ഇപ്പോൾ ഞങ്ങളുള്ളത് മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസിലാണ്. നമ്മളിതാ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് എത്തിയിരിക്കുക. ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച്. മുഴപ്പിലങ്ങാട് ബീച്ച് ശരിക്കും ഒരു വിസ്മയമാണ്. നമ്മുടെ പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് പുതുതായിട്ട് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ളൊരു വോക്ക് വേ ഒക്കെ ഉണ്ട്. സൂം ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം കിട്ടാവുന്നത് ഈ ഒരു ഭാഗത്താണ്. കണ്ണൂരിൻ്റെ ഒരു വികാരം അതെപ്പോഴും തെയ്യത്തിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു സ്റ്റേജാണ്. ആ സ്റ്റേജിൽ ഇവിടെ വിവിധ തെയ്യൻ രൂപങ്ങൾ വന്നിട്ടുണ്ട്. മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഗംഭീരമായിട്ടുള്ള സ്ഥലമാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നടന്ന് കണ്ടുപോകാം. നല്ല രസമായിട്ടുണ്ട് ബീച്ച്. ബീച്ചിൻ്റെ സൈഡ് മോർണിംഗ് വാക്കിനും ഈവനിങ് വാക്കിനൊക്കെ പറ്റിയ ഒരു സ്പേസ് ആയിട്ടുണ്ട്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസാണ്. മനോഹരമായിട്ടുള്ള രണ്ട് മനുഷ്യരുടെ രൂപമാണ്. ചിൽഡ്രൻസ് പാർക്ക് നല്ല തിരക്കാണ് കേട്ടോ. ശേഷം ഭാഗത്ത് നോക്കി ഇരിപ്പിടങ്ങളാണ് കേട്ടോ. നല്ല രീതിയിൽ അതിനൊരു ഷെഡൊക്കെ കൊടുത്തിട്ടുണ്ട്. നടന്നിട്ട് തീരുന്നില്ല. ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. വീൽ ചെയറിലൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. ഉണ്ണി ഞാൻ നടന്നതാ. എൻ്റെ ഒരു അറ്റം ഇപ്പോൾ എത്തുമെന്ന് വിചാരിക്കുന്നു, പക്ഷേ എത്തുന്നില്ല. നല്ല ദൂരത്തിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു ഡ്രൈവിംഗ് ബീച്ച് നമ്മുടെ വോക്ക് വേയിൽ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുള്ള കാഴ്ച ഒക്കെ അടിപൊളിയായിട്ടില്ല. ഇത് മുഴപ്പിലങ്ങാടിനെ സംബന്ധിച്ചിട്ട്, കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിട്ട് തന്നെ വലിയൊരു കാര്യമാണ്. ഇത് ഇവിടുത്തെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ സ്പോട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒന്നാം ഘട്ട പ്രവൃത്തി കംപ്ലീറ്റ് ആയ സമയത്ത് തന്നെ ഇത്രയും മനോഹരമാണെങ്കിൽ സെക്കൻഡ് കൂടെ കഴിഞ്ഞാൽ ഇത് വേറെ ലെവലായിരിക്കും. എന്തായാലും കേരള ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊരു ഗംഭീര പ്രോജക്റ്റ് തന്നെയാണ് ഇതൊരുക്കിയിട്ടുള്ള എൻ്റെ എല്ലാ പിന്നണി പ്രവർത്തകർക്കും, എൻ്റെ ടൂറിസം വകുപ്പ് മന്ത്രി, ഒരു സ്ഥലം MLA എല്ലാവർക്കും ഒരു പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.